പ്രിയ സഹോദരങ്ങളെ, ജൈനിസ് മീഡിയയുടെ പൗളിയൻ ലേഖന പഠന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് 14ാമത്തെ അധ്യായത്തിലാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14ാമത്തെ അധ്യായം. ഇവിടെ റോമാക്കാരായ ക്രിസ്ത്യാനികളോട് പൗലോസ്ലീഹ ഒരു ഉപദേശം, വിലപ്പെട്ട ഉപദേശം നൽകുകയാണ്. ഈ ഉപദേശത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? ഇന്നുള്ള നമുക്കും ഏറ്റവും വിലപ്പെട്ട ബൈബിളിൽ നിന്നുള്ള ഒരു സന്ദേശമാണിത്. എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം. അത് ഭക്ഷണത്തെക്കുറിച്ചാണ്. റോമൻ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യഹൂദ ക്രിസ്ത്യാനികളും ഗ്രീക്ക് ക്രിസ്ത്യാനികളും കലർന്നിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരിൽ ചില ഭക്ഷണ സാധനങ്ങളെ അശുദ്ധമെന്ന് കരുതി ഭക്ഷിക്കാത്തവരുണ്ട്. ചിലർ അശുദ്ധമല്ല എന്ന് പറഞ്ഞ് എല്ലാം ഭക്ഷിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഭക്ഷിക്കാത്തവരെ ഭക്ഷിക്കുന്നവർ പരിഹസിക്കുന്നു. നേരെ തിരിച്ചും ഭക്ഷിക്കാത്തവർ ഭക്ഷിക്കുന്നവരെയും പരിഹസിക്കുന്നു. അപ്പോൾ സസ്യം മാത്രം ഭക്ഷിക്കുന്നവരുണ്ട്, അവർ ഇറച്ചി ഭക്ഷിക്കുന്നവരെ പരിഹസിക്കുന്നു. അതല്ല, നേരെ തിരിച്ചും എന്തും ഭക്ഷിക്കാം, അശുദ്ധമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ അവർക്കിടയിൽ ദിവസങ്ങൾ ആചരിക്കുന്നവരുണ്ട്, നാളുകൾ, ദിവസങ്ങൾ. അപ്പോൾ അതിനെല്ലാം ചില ദിവസങ്ങളെ പ്രത്യേകമായി ക്രിസ്തുവിൻ്റെ ദിവസങ്ങളെന്ന് കണക്കാക്കി അങ്ങനെയുള്ളൊരു ആചാര രീതികൾ, സാംസ്കാരിക ഫലമായിട്ടുണ്ടായിട്ടുള്ള ആചാര രീതികളും അവർക്കിടയിലുണ്ട്. അപ്പോൾ അതിന് ചിലർ പരിഹസിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തിരുനാളുകൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നെല്ലാമുള്ള ഒരു ചർച്ച അവർക്കിടയിലുണ്ട്. ഇന്നും അതുണ്ട്. അതാണ് കാര്യം. ഇന്നും നമ്മൾക്കിടയിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തവരാണ് വലിയവർ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. ചിലരൊക്കെ പറയും, ഞാൻ നോമ്പെടുത്തതാണ്, 50 നോമ്പ് കഴിഞ്ഞു, വീണ്ടും ഞാൻ നോമ്പ് വീടിയില്ല, തുടർന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് മുമ്പിൽ കേമനാണ്. അല്ലെങ്കിൽ ഞാൻ ഉപവാസം എടുത്തവനാണ്, ഉപവാസം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപവാസം എടുക്കുന്ന വ്യക്തിയാണ്, ഇടയ്ക്കിടയ്ക്ക് നോമ്പെടുക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കാളൊക്കെ കേമനായ വ്യക്തിയാണ് എന്നുള്ള അഹങ്കാരമുള്ള ആ രീതിയിലുള്ള പാപം പേറുന്ന ആളുകളുമുണ്ട്. കാരണം ഇത് അഹങ്കാരത്തിൻ്റെ തലത്തിലേക്ക് വരിക. ഇവിടെ പൗലോസിലേക്ക് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഭക്ഷിക്കുന്നവൻ ദൈവസ്തുതിക്കായി ഭക്ഷിക്കണം. നമ്മളൊക്കെ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്. അപ്പോൾ അത് തന്നെ ഇവിടെ പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ട് ഭക്ഷണം കഴിക്കണം. ഉപവാസം എടുക്കുന്നവൻ കർത്താവിൻ്റെ സ്തുതിക്കായിട്ട് തന്നെ ഉപവാസവും എടുക്കണം. ഭക്ഷിച്ചാലും ഭക്ഷിച്ചില്ലെങ്കിലും അത് രണ്ടും കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. ഇതാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ കഴിക്കാത്തവനെയോ കഴിക്കാത്തവൻ കഴിക്കുന്നവനെയോ കുറ്റപ്പെടുത്തുകയോ അവൻ തരം താണവൻ എന്ന രീതിയിൽ പഠിപ്പിക്കുകയോ വേണ്ട. കാരണം നാം ആരും രക്ഷ പ്രാപിച്ചിരിക്കുന്നത് നമ്മുടെ ആരുടെ യോഗ്യതയിലല്ല, യേശുക്രിസ്തുവിൻ്റെ മാത്രം യോഗ്യതയിലാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് രക്ഷ വന്നിരിക്കുന്നത്. അല്ലാതെ നാം ഉപവാസം എടുക്കുന്നത് കൊണ്ടോ നോമ്പെടുക്കുന്നത് കൊണ്ടോ മറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് നോമ്പെടുക്കേണ്ടത്? നോമ്പെടുക്കേണ്ടതും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് എന്തിനാണ്? നോമ്പുകാലമാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പാപത്തെ ഉപേക്ഷിക്കാനുള്ള ശക്തി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ നോമ്പെടുക്കുന്നത് കൊണ്ട് ഞാൻ കൃപ വർദ്ധിപ്പിക്കും എന്നുള്ളൊരു ധാരണ ഒരിക്കലും ആവശ്യമില്ല. ഇതാണ് ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കാത്തവൻ ഭക്ഷിക്കുന്നവനെ കുറ്റപ്പെടുത്തേണ്ട, ഭക്ഷിക്കുന്നവൻ ഭക്ഷണം കഴിക്കാത്തവനെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. അതിലൊന്നുമല്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇരിക്കുന്നത്. അതുപോലെ നാളുകൾ ആചരിക്കുന്നത്, ചിലർ പറയും നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഈസ്റ്റർ ആഘോഷിക്കുന്നു, ഞങ്ങളുടെ സഭക്കാർ ഇതൊന്നും ആഘോഷിക്കാറില്ല, നിങ്ങളെല്ലാം വിജാതീയ കൺസെപ്റ്റ് അനുസരിച്ച് ജീവിക്കുന്നത് എന്നൊക്കെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ പൗലോസ്ലീഹയോട് പറയുക. അങ്ങനെയൊന്നല്ല. ദിവസങ്ങളെ ആചരിക്കുന്നവനും ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ട് ആചരിക്കണം. എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നവനും അവനും ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ട് തന്നെ ആചരിക്കണം. അപ്പോൾ നാളുകളിലോ ഭക്ഷണങ്ങളിലോ ഉള്ള പ്രവൃത്തി അടിസ്ഥാനമാക്കപ്പെട്ട അതാണ് പ്രവൃത്തി അടിസ്ഥാനമാക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ. ചില ദിവസങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഇന്ന പോലെ ചെയ്താൽ ഇന്ന പോലെ കിട്ടും എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തി അധിഷ്ഠിതമായി എൻ്റെ പ്രവൃത്തി വഴിയാണ് എനിക്ക് രക്ഷ കിട്ടുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട.
പകരം യേശുക്രിസ്തുവിൻ്റെ കൃപാവരമാണ് നമ്മെ നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പുകളായാലും ഉപവാസമായാലും ത്യാഗപ്രവൃത്തികളായാലും ഇതൊന്നും നമുക്ക് കൃപ ലഭിക്കുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു ബോധ്യം പൗലോസ് പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെ മറ്റൊരു വസ്തുത 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുന്ന മറ്റൊരു വസ്തുതയുണ്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെ നോമ്പ് എടുക്കുന്ന വ്യക്തി നോമ്പെടുക്കാത്ത വ്യക്തിയെ പരിഹസിക്കാമോ? അതുമല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത വ്യക്തി, ഇപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയില്ല, കർത്താവിനെ പ്രതി ഉപേക്ഷിച്ചു എന്ന് കരുതുക. അപ്പോൾ അവരരികിലേക്ക് ഭക്ഷണം കഴിക്കുന്ന വ്യക്തി വന്ന് അവരോട് നമുക്ക് ഭക്ഷിക്കാൻ കർത്താവ് അനുവാദം തന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ സമ്മർദ്ദത്തിലാക്കാൻ പാടുമോ? ഇതാണ് ചോദ്യം. ഇവിടെ ഈ റോമൻ സഭയിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രശ്നം, യഹൂദന്മാരെ ക്രിസ്ത്യാനികൾ പന്നി ഇറച്ചി കഴിക്കുന്നില്ല, ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നില്ല, അപ്പം മുയലിറച്ചി കഴിക്കുകയില്ല, ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ വന്ന് പറയുകയാണ്, ഇത് നമുക്ക് കഴിക്കാം, യേശുക്രിസ്തുവിൽ നമുക്ക് കഴിക്കാം, ഇതൊന്നും പാപമായ വസ്തുതയല്ല എന്നുള്ള കാര്യം പഠിപ്പിച്ചുകൊണ്ട് അവരെ ഇടർച്ച വരുത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ ഇത് ഭക്ഷിക്കുകയും അവരെ ഭക്ഷിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങൾ അടിസ്ഥാനപരമായി സ്നേഹത്തിന് എതിരെ നിൽക്കുന്നു. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് എതിരെ അവൻ്റെ മേൽ നിർബന്ധം ചെലുത്തുമ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹത്തിന് എതിരെ നിൽക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ്റെ ആ ഉള്ളിലുള്ള സംസ്കാരത്തെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ള കാര്യം പൗലോസ് ഇവിടെ പഠിപ്പിക്കുക. ആ വചനഭാഗം കൂടി ഞാൻ വായിക്കാം. 15-ാമത്തെ തിരുവചനം, ഭക്ഷണ നിമിത്തം നിന്റെ സഹോദരൻ്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല. ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. കണ്ടോ? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചില വ്യക്തികളുടെ മേൽ നീ ക്രിസ്ത്യാനിയാകണമെങ്കിൽ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന രീതിയിൽ നിർബന്ധം വയ്ക്കുമ്പോൾ ആ വ്യക്തിയുടെ മുകളിൽ നൽകുന്ന സമ്മർദ്ദം ക്രിസ്തുവിനെ അവൻ്റെ ഉള്ളിൽ നിന്ന് നശിപ്പിച്ച് ഭക്ഷണം കൊണ്ടുചെല്ലരുത് എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണമേ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പശു ഇറച്ചി കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പോർക്കിറച്ചി കഴിക്കാൻ പാടില്ല, എങ്ങനെയുള്ള വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇവരുടെ സാഹചര്യത്തിൽ ക്രിസ്തുമതം മുന്നോട്ട് പോകുമ്പോൾ പശു ഇറച്ചി കഴിക്കാത്ത വ്യക്തികൾ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് നമ്മൾ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യ നിമിത്തം നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം, ബീഫ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് ഇത് കഴിക്കുകയും അവരെ കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതൊരു മിഷൻ മേഖലയിൽ സംഭവിക്കുകയാണെന്ന് കരുതുക, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുക്കുന്നതിന് പകരം അവൻ്റെ ഉള്ളിൽ ഏറ്റവും വിഷമകരമായ രീതിയിലുള്ള ഭക്ഷണ സംസ്കാരത്തെ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് എന്നാൽ മാത്രമേ നീ ക്രിസ്ത്യാനിയാകൂ എന്ന് പഠിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ഇതാണ് പൗലോസ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ക്രിസ്തുവിനെ നൽകേണ്ടടുത്ത് ക്രിസ്തുവിനെ നൽകുക, അല്ലാതെ ഈ ഭക്ഷണത്തെ കൊണ്ടുവന്നുകൊണ്ട് ക്രിസ്തുവിനെ നശിപ്പിക്കരുതേ എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞത്, ഇത് ഇന്നും പ്രസക്തമായ ചില വചനങ്ങളാണ്. ദിവസങ്ങൾ ആഘോഷിക്കുമ്പോൾ, തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ അപ്പോൾ ചിലർ അത് വേണ്ട എന്ന് പറയുമ്പോൾ അവൻ്റെ സംസ്കാരത്തിന് നമ്മൾ ബഹുമാനം നൽകണം. പ്രത്യേകിച്ച് മിഷൻ മേഖലകളിലൊക്കെ കടന്നു ചെല്ലുമ്പോഴാണ് ഇങ്ങനെയുള്ള വസ്തുതകളെ നമ്മൾ അംഗീകരിച്ചേ തീരൂ. അവർക്ക് ചില ദിവസങ്ങൾ അവരുടെ ഗോത്രത്തിൻ്റെ ദിവസങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ നിങ്ങൾ ഗോത്രത്തിൻ്റെ ദിവസമല്ലേ, ക്രിസ്തുവിൻ്റെ ദിവസമല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഉള്ളിൽ അവരുടെ സംസ്കാരത്തിനെതിരെ ക്രിസ്തുവിനെ നൽകുന്നതിന് പകരം സംസ്കാരത്തെ നശിപ്പിക്കാൻ നോക്കി അവരുടെ ഉള്ളിലുള്ള യേശു ക്രിസ്തുവിനെ നശിപ്പിക്കണമോ? ഇതൊക്കെ വളരെ വ്യക്തമായി പൗലോസ് പറയുന്ന ഭാഗമാണ് 14-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അഭിമാനിക്കുന്നൊരു കാര്യമാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസ് പറയുന്നത്, വിജാതീയരായ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകമായി എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് നിൽക്കുന്നത്. വിജാതീയരുടെ ഇടയിലേക്ക് സുവിശേഷം കൊണ്ടു ചെല്ലാനും അവരെ ക്രിസ്തുവിന് വേണ്ടി നേടാനും ധാരാളമായി പൗലോസ് ദൈവം സഹായിച്ചു എന്നുള്ളൊരു അഭിമാന ബോധം അത് പൗലോസ് തുറന്നു പറയുകയാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രസിദ്ധമായ നമ്മളെല്ലാം പഠിച്ചിരിക്കേണ്ട ഒരു വചനഭാഗം കൂടി പറയുകയാണ്.
റോമക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. അവിടെ തൻ്റെ ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷയാണെന്ന് പൗലോസ്ലീഹ അടിവരയിട്ട് പറയുകയാണ്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, എവിടെയാണ് പൗരോഹിത്യം പുതിയ നിയമത്തിലുള്ളത്? യേശുവിൻ്റെ ശിഷ്യന്മാർ പുരോഹിതരാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയിലെ, കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനൊരു പൗരോഹിത്യം യേശു സ്ഥാപിച്ചിട്ടില്ലെന്നൊക്കെ പറയുന്നവർക്കിടയിലേക്ക് പൗലോസ്ലീഹ വിജാതീയരുടെയിലുള്ള തൻ്റെ പൗരോഹിത്യത്തെ എടുത്തു പറയുന്ന വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. വിജാതിയിലാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്ര മനോഹരമായി തൻ്റെ ദൗത്യം പുരോഹിത ശുശ്രൂഷയാണ് എന്ന്, അപ്പസ്തോലന്മാരുടെ ദൗത്യം പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയാണ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടിയത്. അപ്പോൾ ഈ ഒരു ആനന്ദമാണ് പൗലോസ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ. മറ്റുള്ളവർ വിതച്ചെടുത്ത് ഞാൻ പോയി കൊയ്യുകയല്ല, ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ പോയി ക്രിസ്തുവിനെ വിതയ്ക്കുകയാണ് എന്ന് പറയുന്നൊരു അഭിമാനബോധം പൗലോസ്ലീഹയുടെ സുവിശേഷത്തിൻ്റെ പ്രവൃത്തി, വിജാതീയരുടെ ഇടയിലുള്ള പ്രവൃത്തിയെക്കുറിച്ച് പൗലോസ്ലീഹയുടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അതാണ് പൗലോസ്ലീഹയുടെ ശുശ്രൂഷയുടെ പ്രത്യേകത പറയുന്നത്. മറ്റു ശുശ്രൂഷകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവരെല്ലാവരും ഒരുപക്ഷെ പല രീതിയിലായിരിക്കാം. അതായത് ഒരു സ്ഥലത്ത് സഭ സ്ഥാപിച്ചതിന് ശേഷം ആ സഭയെ വളർത്താൻ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ പൗലോസ്ലീഹ പറയുന്നത് എവിടെയും ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക്, മരുഭൂമിയിൽ കൃഷി ഇറക്കുന്നത് പോലെ ഞാൻ ക്രിസ്തുവിനെ നൽകുന്നു എന്നാണ് പൗലോസ്ലീഹ വചനഭാഗത്തിലൂടെ പറയുന്നത്. പിന്നീട് റോമൻ സന്ദർശന പരിപാടിയെക്കുറിച്ച് പറയുകയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവിടെ ക്ഷാമം വന്നിരിക്കുന്നു, അതുകൊണ്ട് വിജാതിയരുടെ ഇടയിൽ നിന്ന് സമ്പത്ത് കളക്ട് ചെയ്തുകൊണ്ട് ഞാൻ ജെറുസലേമിലെ സഭയെ സഹായിക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് തിരികെ ഞാൻ സ്പെയിനിലേക്ക് പോകും. ആ സ്പെയിനിലേക്ക് പോകുന്ന വഴി റോമൻ സഭയെ ഞാൻ സന്ദർശിക്കും എന്നുള്ള കാര്യം പൗലോസ്ലീഹ ഇവിടെ തൻ്റെ പ്രേക്ഷിത യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കണ്ടത്. ഇനി 16-ാമത്തെ അധ്യായത്തിലേക്ക് പൗലോസ്ലീഹ കടന്നു ചെല്ലുമ്പോൾ പൗലോസ്ലീഹ ഇവിടെ പ്രത്യേകമായി കുറേയധികം വ്യക്തികൾക്ക് വന്ദനം പറയുകയാണ്. സഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, വന്ദനം പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ പിന്നീട് കാണാൻ സാധിക്കുന്നത്, 16-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. അവസാനം ഈ റോമായിലെ ഈ ലെറ്റർ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാ അന്വേഷണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി ഒരു ആശംസ നൽകിക്കൊണ്ട്, ഈ ആശംസാ വചനം നമ്മളും പഠിച്ചുകൊണ്ട് നമുക്കും പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു ആശംസാ വചനം 16-ാമത്തെ അധ്യായത്തിലുണ്ട്. ആ വചനം നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലത്. ആ വചനം ഞാൻ വായിക്കാം. 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചനം വളരെ ശക്തിയേറിയ പൈശാചിക ശക്തികളെ തകർക്കുന്ന, വിടുതൽ നൽകുന്ന ഒരു വചനഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായി നമ്മൾ വീണ്ടും 14, 15, 16 അധ്യായങ്ങളുടെ കടന്നുപോയത് 14-ാമത്തെ അധ്യായത്തിൽ ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും പ്രസിദ്ധമായൊരു വചനമുണ്ട്. ആ വചനഭാഗം വായിക്കാം. 14-ാം അധ്യായത്തിലെ 17-ാം തിരുവചനം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുമുള്ള സന്തോഷവുമാണ്. 14-ാം അധ്യായം 17-ാം തിരുവചനം. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട നല്ലൊരു വചനം. അപ്പോൾ ഈ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഭക്ഷണം, പാനീയം, ദിവസം, ഇതൊക്കെയാണ് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് പറയുക, ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് പറയുക. അപ്പോൾ ഇതാണ് 14-ാം അധ്യായത്തിലൂടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രബോധനം, അതുപോലെ തന്നെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം. 15-ാമത്തെ അധ്യായത്തിലെ വിജാതിയരോടുള്ള തൻ്റെ ശുശ്രൂഷയെ പറ്റി പറയുന്നു. 16-ാമത്തെ അധ്യായത്തിലെ വ്യക്തികൾക്കുള്ള വന്ദനം നേരുന്നു, സമാപന ആശംസകൾ നേരുന്നു. ഇത്രയും ഭാഗമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14, 15, 16 അധ്യായങ്ങളുടെ സംഗ്രഹം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾക്കിത് ഈ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് ഇനിയും ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് ഈ വചനം വായിക്കുമ്പോൾ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മുത്തുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പെറുക്കിയെടുത്ത് മനസ്സിലാക്കി പഠിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു വചനമെടുത്ത് വായിച്ച് വ്യാഖ്യാനിച്ച് പലരും തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാന രീതികളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് നിങ്ങളെ കത്തോലിക്ക സഭയുടെ പ്രബോധനാത്മകമായുള്ള രീതിയിലേക്ക് വായിച്ച് വളരുവാനായിട്ട് ഈ വചനഭാഗങ്ങളുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് കരുതുകയാണ്. നാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കടന്നുപോയപ്പോൾ കണ്ട കാര്യങ്ങൾ പ്രത്യേകമായി ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിലെ ഗ്രീക്കുകാർ എങ്ങനെ ദൈവത്തെ അന്വേഷിച്ചു, ദൈവമുണ്ടെന്നതിൻ്റെ തെളിവെന്ത്, സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ തെളിവ് എന്ന് പറയുകയാണ്. എങ്ങനെയാണ് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നതെന്ന് പറയുകയാണ്. 2-ാം അധ്യായത്തിലെ ഗ്രീക്കുകാരുടെ മനസാക്ഷിയിൽ ദൈവമുണ്ട് എന്ന് പൗലോസ് പഠിപ്പിക്കുകയാണ്. മനസാക്ഷി വഴി അവർ വിധിക്കുമെന്നുള്ള കാര്യം പൗലോസ് പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 3-ാം അധ്യായത്തിൽ നിയമം എന്ന് പറയുന്നത് മോശ നൽകിയത് കൊണ്ടല്ല, ഓരോരുത്തരുടെയും മനസാക്ഷിയിൽ എഴുതപ്പെട്ടതാണ് നിയമമെന്നും അത് ആരും യഹൂദൻ പരിച്ഛേദനം വഴി അതനുസരിക്കുന്നു, എന്നാൽ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു ഗ്രീക്കുകാരൻ പരിച്ഛേദനമില്ലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൃപാവരം വഴി അതേ നിയമം അനുസരിക്കുന്നു. അതുകൊണ്ട് പരിച്ഛേദനും അപരിച്ഛേദനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിൽ ദൈവനീതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതായത് നീതിമാനും പരിശുദ്ധനുമായവൻ്റെ സഹനമാണ് ദൈവത്തിൻ്റെ നീതി. യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു നീതീകരണമാണ് നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചതെന്ന് പഠിപ്പിക്കുന്നു. 4-ാം അധ്യായത്തിലെ അബ്രാഹാം എന്ന വ്യക്തിയുടെ 2 പരീക്ഷണങ്ങൾ അദ്ദേഹം പരിച്ഛേദിതനായതുകൊണ്ടല്ല, വിശ്വാസം മൂലമാണ് അദ്ദേഹം വിജയിച്ചതെന്ന് പഠിപ്പിക്കുന്നു. അതിൽ പ്രത്യാശ എന്ന പുണ്യത്തെടുത്തുകൊണ്ട് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കൃപാവരം എങ്ങനെയാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്, പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായ ദൈവത്തെക്കുറിച്ചാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ് 5-ാം അധ്യായം പഠിപ്പിക്കുന്നത്. പിന്നീട് ആദത്തിനെയും ക്രിസ്തുവിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആദം വഴി പാപവും മരണവും ലോകത്തിൽ വന്നെങ്കിൽ ക്രിസ്തു എന്ന ഒരേ വ്യക്തി വഴി ആ വ്യക്തിയിലൂടെ അനേകരിലേക്ക് കൃപയും നിത്യജീവനും പ്രവേശിക്കുന്നു എന്ന് പൗലോസ് പഠിപ്പിക്കുക. ആദം അനുസരണക്കേട് കാണിച്ചെങ്കിൽ ക്രിസ്തു പൂർണ്ണമായ അനുസരണത്തിലേക്ക് വിധേയപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവുമായി ഒരു ബന്ധം ലഭിക്കുന്നത് മാമോദീസായിലൂടെയാണെന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ പാപത്തിൻ്റെ അടിമകളല്ല, നീതിയുടെ അടിമകളായതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല, വിശുദ്ധരായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. 7-ഉം 8-ഉം അധ്യായത്തിലൂടെ 3 തരത്തിലുള്ള വ്യക്തികളെ കാണിച്ചു തരികയാണ്. നിയമത്തിൻ്റെ അടിമത്തത്തിലുള്ളവർ, പാപത്തിൻ്റെ അടിമത്തത്തിലുള്ളവർ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവർ. 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെ മക്കളാണ്, പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കളെന്നും ആബാ പിതാവേ എന്നും ദൈവത്തെ വിളിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ 8-ാം അധ്യായത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ പറയുകയാണ് പിന്നീട് നാം വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, നമുക്ക് ലഭിക്കുന്ന സ്വർഗരാജ്യം, ദൈവിക രാജ്യത്തെ പറ്റി പഠിപ്പിക്കുക. അത് കഴിഞ്ഞാൽ 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽക്കാരനെ ദൈവം തെരഞ്ഞെടുപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന യേശുക്രിസ്തു വരെ തെരഞ്ഞെടുപ്പിലൂടെയാണ് കർത്താവ് കടന്നുപോയത്. എന്നാൽ ഇസ്രായേൽക്കാരെ തെരഞ്ഞെടുപ്പ് യേശുക്രിസ്തുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് വിജാതിയർക്ക് തിരഞ്ഞെടുപ്പില്ലാതെ സമൃദ്ധമായി എല്ലാവർക്കും രക്ഷ കടന്നു വരുന്നു എന്ന വസ്തുത പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ വിജാതിയർക്കെല്ലാം അവകാശമാണ്, എല്ലാവർക്കും രക്ഷ അവകാശമാണ്. അതുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കണം, മിഷൻ പ്രവർത്തനം ചെയ്യണം എന്നുള്ള വലിയൊരു ദൗത്യം പൗലോസ് പഠിപ്പിക്കുകയാണ്. 11-ാം അധ്യായത്തിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽക്കാർ എങ്ങനെ തിരിച്ചു വരും എന്ന് പഠിപ്പിക്കുകയാണ്. ലോകാവസാനത്തിന് മുമ്പ് എല്ലാ വിജാതിയരും യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഇസ്രായേൽക്കാർ യേശുവിനെ അറിയുമെന്ന് 11-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എങ്ങനെയാണ് ഒരു ക്രൈസ്തവ ജീവിതം, എങ്ങനെയാണ് ആരാധന എന്ന് പഠിപ്പിക്കുന്ന വിവിധ ഉപദേശങ്ങൾ നൽകുന്നു. 13-ാം അധ്യായത്തിൽ അധികാരികളുമായി എങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു. 14-ഉം 15-ഉം 16-ഉം അധ്യായങ്ങളിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോവുകയും ചെയ്തു. ഇങ്ങനെ പൗലോസ് ശ്ലീഹായുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഹൃദ്യസ്ഥമാക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.